ലക്കി ഭാസ്കർ ഓൺ സ്റ്റിറോയിഡ്സ് എന്ന് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് പടവും ലക്കി ഭാസ്കറായിട്ടൊരു ബന്ധമില്ല. ഈ മണി, മണി, മണി എന്ന് പറയുന്ന ഒരു 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 ഫാക്ടറാണ് ഇത് രണ്ടിലും ഉള്ളത്. പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയത് മെയിനായിട്ട് അങ്ങനെ ഇടാൻ കാരണം ഞാൻ അങ്ങനെ തമ്മിൽ ഇടാൻ കാരണം ഈ പടത്തിലെ ആക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. തുടക്കം മുതൽ അവസാനം വരെ ആക്ഷനാണ്. ആക്ഷന്റെ പീക്ക്. ആ ആക്ഷൻ അത് ഈ ആക്ഷനെക്കാളും ഉണ്ടല്ലോ, ആ കൊറിയോഗ്രാഫിയെക്കാളും ഇത് എടുത്തിരിക്കുന്ന രീതി അതിനാണ് ഭംഗി. അത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും നോക്കാനായിട്ട് ജസ്റ്റ് മുഖം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് മിസ്സാവും. അമ്മാതിരി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ റോർഷാക്കിൻ്റെ ഡയറക്ടർ തന്നെയാണല്ലോ ഇത്, നിസാം ബഷീർ. അപ്പോൾ പുള്ളി റോർഷാക്കിൽ ആ കാറിൻ്റെ കുറേ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ആ കാറിനെ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ എന്താ പറയുക, ആ കാറിനെ വെച്ചിട്ട് ഇയാൾ ചെയ്തിരിക്കുന്ന പരിപാടി ഇതിലും ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി, കണക്ട് ആയത്. ഇപ്പൊ തന്നെ അതിനകത്തൊരു കാറിനകത്ത് നിന്നൊരു റിഫ്ലക്റ്റിംഗ് ഷോട്ടൊക്കെ ഉണ്ട്. അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പറയേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം ആയിരുന്നു പിടിക്കാത്ത ഇതിനകത്തെ സൗണ്ട്സ്. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം ഈ പടം. ഇത് OTT വന്നിട്ട് പിന്നെ ഇരുന്ന് കാണാമെന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവും. എനിക്ക് പറയാനുള്ളത് കാര്യം, റോർഷാക്കിൽ എല്ലാവർക്കും മിസ്സായ കാര്യം അതാ. ഒരുപാട് പേർക്ക് മിസ്സായി. അത് തിയേറ്ററിൽ പോയി കാണാത്ത ആൾക്കാർക്കൊക്കെ മിസ്സായ കാര്യം അതാ. തിയേറ്ററിൽ കിട്ടിയ എക്സ്പീരിയൻസ് അല്ല അത് OTTയിൽ കിട്ടിയത്. അതിന് മൊബൈലിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടിവിയിൽ കാണുമ്പോൾ റോർഷാക്കിന് കിട്ടുന്ന എഫക്റ്റ് തിയേറ്ററിൽ കിട്ടുന്ന എഫക്റ്റും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. എനിക്ക് ഫസ്റ്റ് ഞാൻ ഈ റോർഷാക്ക് പോയിരുന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ആ സ്ലോ ബേൺ മൂവിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു BGMഉം ആ ഒരു വിഷ്വൽ എഫക്ട്സിൻ്റെ കൂടെ വരുന്ന സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വല്ലാത്തൊരു എഫക്ട്സ് ആയിരുന്നു. ഒരു 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 ഇമോഷനായിരുന്നു ആ തിയേറ്ററിൽ ഈ റോർഷാക്ക് കണ്ടത്. അപ്പോൾ അതുപോലെ നമ്മളെ സീറ്റ് എഡ്ജ് ചെയ്യുന്നൊരു മൂവിയാണിത്. പക്ഷേ റോർഷാക്ക് ഇച്ചിരി സ്ലോ ബേൺ ആണെങ്കിൽ ഇത് എന്താ പറയുക, തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ നമ്മളെ ഇന്നാക്കി കളയും. അമ്മാതിരി പടമാണ്. പിന്നെ ഇറങ്ങുന്നത് നമ്മൾ ഇൻ്റർവെൽ ആവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാവും. എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫൈനൽ, എനിക്ക് ക്ലൈമാക്സിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു എൻഗേജിങ് ആണെങ്കിലും ക്ലൈമാക്സിലോട്ട് അടുത്തപ്പോഴത്തേക്ക് ഇത് റാപ്പ് ചെയ്തത് ഭയങ്കര മെലോ ആയിപ്പോയ പോലെ എനിക്ക് തോന്നുന്നു. ആ ഒരു പ്രോപ്പർ റാപ്പിംഗ് അത് കൊടുത്തില്ല. അത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു അത്. കാര്യം ലാസ്റ്റ് കൊണ്ടുവന്നൊരു മെസ്സേജിലൊക്കെ കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സംഭവം അതെനിക്കത്ര വർക്കായില്ല. എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഈ ഒരു ലെവലിൽ ഒരു ടോപ്പ് ലെവലിൽ ഇങ്ങനെ ഗ്രാഫ് കയറിക്കൊണ്ട് പോയിരിക്കുന്ന ആ ലെവലിൽ തന്നെ കൊണ്ട് നിർത്തണമായിരുന്നു. ഇത് അതിലെനിക്ക് തോന്നി ആ ഒരു ഇടയ്ക്കൊരു ഈ ക്ലൈമാക്സിൽ ആ ഒരു സാധനം കാണിക്കാതെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്തിരുന്നെങ്കിൽ അപ്പോഴും പൊളിയായിട്ട് എൻഡ് ചെയ്തേനെ. പക്ഷെ ലാസ്റ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ആ ഒരു പ്രോപ്പർ എൻഡിങ് അത്ര വർക്കൗട്ട് ആയില്ല. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ്. ആ പൃഥ്വിരാജിൻ്റെ ആ സാധനമൊന്നും ഇല്ല കേട്ടോ. ആ സാധനം പൃഥ്വിരാജിൻ്റെ ഒരു ആ ആ ആ, എനിക്കത് വരുന്നില്ല. ആ സൗണ്ടൊക്കെ ഇടുമല്ലോ പൃഥ്വിരാജ്, ആ ഒരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇടുമല്ലോ, അതൊന്നും ഇല്ല ഇതിനകത്ത്. പൃഥ്വിരാജിൻ്റെ ഒരു വേറിട്ടൊരു ഒരു അഭിനയമായിരുന്നു. ഒരു നോർമൽ മാൻ, ആ ഒരു സംഭവം. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം ഞാൻ പറയുന്നത്, ഇതൊക്കെ ജീവിതത്തിൽ നടക്കുമോ ഇങ്ങനെയൊക്കെ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കഥയാണ്. റോർഷാക്ക് പിന്നെന്താ, ഇതൊക്കെ ജീവിതത്തിൽ നടക്കും റോർഷാക്ക്. അതുപോലെ സംഭവമാണ് ഇതൊരു. എന്താ പറയുക, ഫസ്റ്റ് ആ ടൈറ്റിൽ കാർഡ് ഇറക്കി കാണിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു 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 പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ സീറ്റഡ് ചെയ്യുന്നൊരു ത്രില്ലർ തന്നെയാണ്. അല്ലാതെ ഈ പടം സ്ലോ ബേൺ അല്ല റോർഷാക്ക് പോലെ. പിന്നെ മെയിനായിട്ട് പറയേണ്ടത്, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്ററിൽ കണ്ടിട്ട് എല്ലാവരും ഇതിന് അഭിപ്രായം പറയണം, വേണ്ടേ? അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടം. ആ OTT വരാൻ വേണ്ടി കാത്തിരിക്കരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണുക. ബൈ.